നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങളൊന്നേ ഇവിടെ വരൂ. എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്തൊരു വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന എന്റെ സ്ഥാപനത്തിന്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ നിങ്ങൾ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇതിലുണ്ട് വിഡ്രോവൽ സ്റ്റേറ്റ്മെന്റ്സും റിപ്പോർട്ട്സും. കമ്പനിയുടെ എന്ത് കാര്യത്തിനാണ് ഇത്രയും വലിയ ഭീമമായ ഒരു തുക പിൻവലിച്ചതെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. രഘുവും അത് എന്റെ ഒരു അത്യാവശ്യത്തിന് വേണ്ടി വിഡ്രോ ചെയ്തതാ. ഓ അങ്ങനെ സ്വന്തം കാര്യത്തിന് കമ്പനി അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാൻ ഇനി പറ്റില്ല. തന്നിഷ്ടത്തോടുള്ള ചെയ്തികളൊക്കെ ഇതോടെ അവസാനിപ്പിക്കണം. അങ്ങനെ ഞാനും എന്റെ കുടുംബവും അനുഭവിക്കേണ്ടത് പുറത്തു നിന്ന് വന്ന ഒരാൾ കൈയിട്ട് വാരണ്ട. രഘു, നീ ആരോടാ സംസാരിക്കുന്നെന്ന് നിനക്ക് നിശ്ചയമുണ്ടോ? അറിയാം. ചേട്ടായി എന്നും പറഞ്ഞ് എന്നോടും എന്റെ അമ്മയെ എന്ന് വിളിച്ചിട്ട് നമുക്ക് തന്നെ ദ്രോഹം ചെയ്ത ഒരു മനുഷ്യനോട്. നല്ലവനെന്ന ആട്ടിൻ തോലണിഞ്ഞ ദുഷ്ടനായ ചെന്നായോട്. ഇയാളും ഇവിടെ അമ്മ വാഴിച്ച ബാലമയും തമ്മില് എന്ത് വ്യത്യാസമാണുള്ളത്? എന്നാ പിന്നെ അമ്മ തന്നെ പറയണം. സ്വന്തം കാര്യത്തിനെടുത്ത 25 ലക്ഷം രൂപ അങ്ങ് പോട്ടേന്ന് വെക്കണോ ഞാൻ? അങ്ങനെ അമ്മ ചിലപ്പോ പറഞ്ഞാലും ഞാനത് സമ്മതിക്കില്ല. 25 ലക്ഷം രൂപ പോയിട്ട് 5 നയാ പൈസയുടെ ബന്ധം പോലും ഞാനും ഇയാളും തമ്മിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രഘു, ക്ഷമിക്കണം. എനിക്ക് ഒരു അബദ്ധം പറ്റി. ആ പൈസ ഞാൻ 2 ദിവസത്തോടെ തിരികെ തന്നേക്കാം. അതിനായിട്ടൊരു പ്രശ്നം വേണ്ട. നാടകവും പൊളിഞ്ഞ് കാഴ്ചക്കാരും പിരിഞ്ഞ് നാടക തട്ടും പൊളിച്ചിട്ട് നിങ്ങൾ ഇപ്പോഴും എന്റെ ചേട്ടായി എന്ന കഥാപാത്രത്തിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ടില്ല അല്ലേ? ആ വേഷം അഴിച്ചു വെക്കേണ്ട സമയം കഴിഞ്ഞു. എന്നിട്ട് തനി സ്വരൂപം പുറത്തേക്കെടുക്ക്. കാണട്ടെ ഞങ്ങളൊക്കെ. അവന് തനി സ്വരൂപം ഒന്നേ ഉള്ളൂ. സ്വരൂപങ്ങൾ മാറി മറിയുന്നത് നിന്റെയും നിന്റെ ഭാര്യയുടേതുവാ. ആഹാ, അത് കൊള്ളാലോ. അതിനിടയ്ക്ക് മധുരല്ലോ എന്നെ പിടിച്ചിടുന്നത് എന്തിനാ? 25 ലക്ഷം രൂപ ബ്രദറിലോ മോഷ്ടിച്ച കാര്യം ഇപ്പൊ രഘു പറയുമ്പോഴാ ഞാനും അറിയുന്നത്. അല്ലെങ്കിൽ തന്നെ രഘുവിനോട് എന്തിനാ ഗായത്രിയമ്മ ദേഷ്യം കാണിക്കുന്നേ? രഘു ഗായത്രിയമ്മയുടെ സ്വന്തം മോനല്ലേ? വക്കാലത്ത് പറയുന്നത് സ്വന്തം മോന് വേണ്ടിയാ, അല്ലാതെ മരിച്ചുപോയ മകളുടെ ഭർത്താവിന് വേണ്ടിയല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.